നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമ്മളൊരു യാത്ര പോകാൻ പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ റെയിൽവേ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ നിന്നാണ് കേരളത്തിലെ ഏറ്റവും പഴയ ഒരു റെയിൽവേ ലൈൻ ആരംഭിക്കുന്നത്, കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത. പഴയ റെയിൽവേ പാത എന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ സുന്ദരമായ കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു റെയിൽവേ പാതയാണിത്. അപ്പോൾ ഇപ്പം കൊല്ലത്ത് നിന്ന് നമ്മൾ കയറിയിട്ടുണ്ട്. നേരായിട്ട് പോകുന്നത് ചെങ്കോട്ടയാണ്. അപ്പോൾ എന്തായാലും ചെങ്കോട്ടയിൽ പോയിട്ട് നമുക്ക് അടിപൊളി കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന സ്ഥലങ്ങളുള്ള വിഷയം നമുക്ക് കാണിച്ചു തരാം. ഈ റൂട്ടിൽ ആദ്യം ഓടിയ ട്രെയിനിനെ ധൂമശകടാസുരൻ എന്നായിരുന്നു ഇവിടുത്തെ ആൾക്കാർ വിളിച്ചിരുന്നത്. ട്രെയിൻ ഇപ്പോൾ പുനലൂരിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രകൃതി രമണീയമായ കാഴ്ചകൾ. ഈ കാണുന്നതാണ് കല്ലടയാർ. ഇതിന് കുറുകെയാണ് പ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലം ഉള്ളത്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലമാണിത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലിട്ടിരിക്കുന്ന തമ്പകം എന്ന മരത്തിൻ്റെ തടിയാണ്. 100 വർഷം വെള്ളത്തിലിട്ടാലും തമ്പകത്തിൻ്റെ തടിക്ക് കേടുവരത്തില്ല എന്നാണ് പറയുന്നത്. തെന്മല കഴിഞ്ഞ് കഴുതുരുട്ടി എത്തുന്നതിന് മുൻപാണ് 13 കണ്ണറ പാലം. പ്രകൃതി ഈ റൂട്ടിൽ ഒരുക്കിയ കാഴ്ച ഭംഗിക്ക് മനുഷ്യൻ്റെ വകയായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് 13 കണ്ണറ പാലം എന്ന് വേണമെങ്കിൽ പറയാം. ഹാരി പോട്ടർ സിനിമയിലെ ഹാരി ഹോഗ്വാർട്സിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ കാണിക്കുന്ന പാലത്തിൻ്റെ കണക്ക് തന്നെയാണ് 13 കണ്ണറ പാലവും കാണാൻ. കുറേ സിനിമകളിലൊക്കെ ഈ പാലം കാണിക്കുന്നുണ്ട്. പതിമൂന്ന് കമാനങ്ങളുണ്ട് ഈ പാലത്തിന്. അതുകൊണ്ടാണ് ഇതിനെ 13 കണ്ണറ പാലം എന്ന് പറയുന്നത്. പഴക്കമുണ്ടെങ്കിലും പാലം ഇപ്പോഴും ഡബിൾ സ്ട്രോങ് ആണ്. ഈ പാതയിൽ മീറ്റർ ഗേജ് മാറ്റി റോഡ് ഗേജ് ആക്കിയപ്പോൾ പാലവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ റൂട്ടിലെ ഏറ്റവും വലിയ തുരങ്കത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കോട്ടവാസൽ തുരങ്കം എന്നാണ് ഇതിൻ്റെ പേര്. ഈ തുരങ്കം കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലെത്തി. 1 കിലോമീറ്ററോളം നീളമുണ്ട് ഈ തുരങ്കത്തിന്. നമ്മൾ ചെങ്കോട്ട എത്താറായി. അടിപൊളി ഒരു ട്രെയിൻ യാത്രയായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു കാഴ്ചകളൊക്കെ. ഒരൊറ്റ തവണയെങ്കിലും ഈ റൂട്ടിലൂടെ ഒരു യാത്ര പോകണം. ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ്.